RLV രാമകൃഷ്ണനെതിരെ നടത്തിയ ജാതി അധിക്ഷേപ പരാമർശത്തിലാണ് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറായത്. യൂട്യൂബ് ചാനലിലെ വിവാദമായ അഭിമുഖത്തിൽ രാമകൃഷ്ണനെ തന്നെയാണ് സത്യഭാമ അധിക്ഷേപിച്ചതെന്നും പട്ടികജാതിക്കാരനാണ് എന്ന ബോധ്യത്തോടെയാണ് സംസാരിച്ചതെന്നും കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമ സുമേഷ് മാർക്കോ പോളോയും കേസിൽ പ്രതിയാണ്. ചാലക്കുടിക്കാരൻ നർത്തകന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു പരാമർശം. മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ. പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം തുടങ്ങിയ പരാമർശങ്ങൾ സത്യഭാമ നടത്തി. ചാലക്കുടിയിൽ രാമകൃഷ്ണൻ അല്ലാതെ ഇതേ തരത്തിലുള്ള മറ്റൊരു കലാകാരനില്ല. പഠിച്ചതൊന്ന്, പഠിപ്പിക്കുന്നത് മറ്റൊന്ന് എന്നായിരുന്നു അടുത്ത പരാമർശം. തൃപ്പൂണിത്തുറ RLVയിൽ രാമകൃഷ്ണൻ പഠിച്ചത് MA ഭരതനാട്യം. പക്ഷേ മോഹിനിയാട്ടം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സംഗീത നാടക അക്കാദമി ചെയർമാനായിരിക്കെ KPSC ലളിതയുമായി കലഹിച്ച കലാകാരൻ എന്നായിരുന്നു മറ്റൊരു പരാമർശം. അമ്മയുമായി കലഹിച്ചത് രാമകൃഷ്ണനാണെന്ന് KPSC ലളിതയുടെ മകൻ സിദ്ധാർത്ഥ് മൊഴി നൽകി. കൂടാതെ സത്യഭാമയ്ക്ക് RLV രാമകൃഷ്ണനോട് വ്യക്തിവിരോധമുണ്ടെന്ന് തെളിയിക്കുന്ന മൊഴികൾ സത്യഭാമയുടെ ശിഷ്യന്മാർ നൽകുകയും ചെയ്തു. ഇത് കേസിൽ നിർണായകമായി. ഇതോടെ രാമകൃഷ്ണന്റെ ജാതിയെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന സത്യഭാമയുടെ വാദം കള്ളമെന്ന് തെളിഞ്ഞു. അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലിന്റെ ഹാർഡ് ഡിസ്കും അഭിമുഖം അടങ്ങിയ പെൻഡ്രൈവും കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുറ്റം തെളിഞ്ഞാൽ സത്യഭാമയ്ക്ക് പരമാവധി 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.